കണ്ണിന്റെ ചുറ്റുഭാഗത്തും കറുത്ത അടയാളം പ്രത്യക്ഷപ്പെടുമെന്നാണ്. സിഹർ ബാധിച്ചാലും എല്ലാ സംഗതിക്കും അടയാളമുണ്ട്. അടയാളം ഇല്ലാത്തൊരു പരിപാടിയില്ല തന്നെ സംഗതി. അപ്പൊ എന്ത് ചെയ്യണം? ഈമാനിന്റെ അടയാളങ്ങളെ സൂക്ഷിക്കണം. 70 ചില്ലാനം കാര്യങ്ങൾ ഈമാനുമോ ബന്ധിച്ചിട്ടുണ്ട്. മൻ തസവ്വജ ബിംറാത്തിൻ ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ. ആരെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവൻ ദീനിന്റെ പകുതിയെ പൂർത്തിയാക്കി. കല്യാണം ഈമാന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ ആരെങ്കിലും കല്യാണത്തിന് ഈമാന്റെ ഭാഗമാണെന്ന് കരുതിയിട്ട് പോരുണ്ടോ? ചെന്നീലെങ്കിൽ ഇപ്പൊ അബ്ദുറഹ്മാൻ എന്താ തോന്നുകയെന്ന് കരുതിയിട്ടല്ലേ പോകല്. ചെന്നീലെങ്കിൽ റഹ്മാൻ എന്താ തോന്നുകയെന്ന് കരുതിയിട്ട് പോകില്ല. അബ്ദുറഹ്മാൻ എന്താ തോന്നുകയെന്ന് നമ്മൾ വിചാരിക്കണം. സത്യത്തിൽ വിചാരിക്കേണ്ടത് എന്താണ്? പടച്ചോനെ, അവിടെ നിക്കാഹുണ്ട് റബ്ബേ, ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന ഇബാദത്താണ്. ഓനാണെങ്കിൽ പറയും ചെയ്തിട്ടുണ്ട്, എനിക്കാണെങ്കിൽ പോകാൻ നേരമുണ്ട്. എന്നിട്ട് ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന ഇബാദത്ത് നടക്കുന്നിടത്തേക്കൊന്ന് പോയില്ലെങ്കിൽ അള്ളാഹ് അനക്കെന്താ തോന്നുക, ഞാൻ പോട്ടെ എന്നാണ് ചിന്തിക്കേണ്ടത് ശരിക്ക്. അത് നമ്മൾ അബ്ദുറഹ്മാനും അബ്ദുൽ ഗഫൂറിനും ആക്കി മാറ്റി. അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഇബാദത്തുകളൊക്കെ നമ്മൾ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോ നിലവിൽ ശരിക്കും വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം പോലും അള്ളാഹുവിന് വേണ്ടി ആക്കി മാറ്റിയാണ് വേണ്ടിയിരുന്നത്. അതിന് പകരം അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ആക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിക്കാഹ് എന്ന് പറഞ്ഞത് വളരെ പവിത്രമായ ഒരു ഇബാദത്താണ്. നമുക്ക് നിക്കാഹ് കല്യാണം രസമാണ്. സംഗതി വിവാഹം എന്നത് സൂറത്ത് യാസീൻ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണത്. നിക്കാഹ് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ്. 1,24,000 അമ്പിയാക്കളെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചു. മറ്റൊരഭിപ്രായത്തിൽ 2,24,000 അമ്പിയാക്കളെ അയച്ചു. ഇന്ന് പെൺകുട്ടികൾക്ക് അധികവും നിക്കാഹിന് മടിയാണ്, കല്യാണത്തോട് താല്പര്യമില്ല. അധിക പെൺകുട്ടികൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്കൊക്കെ കല്യാണത്തോട് താല്പര്യമില്ലാതായി മാറിയിട്ടുണ്ട്. കല്യാണത്തോട് താല്പര്യമില്ലാതായതിന്റെ കാരണം അതിന്റെ കാഴ്ചപ്പാട് മാറിയതാണ്. വിവാഹത്തോട് താല്പര്യമില്ലാതെയാവാൻ കാരണം വിവാഹം എന്നത് ജീവിതത്തിന്റെ അനിവാര്യതയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. ഹലോ, വില്ലൂർക്കാരൻ, വില്ലൂർക്കാരൻ വെസ്റ്റ് ആയാൽ മതി, വേസ്റ്റ് ആകരുത്. ഇങ്ങോട്ട് നോക്കിയിരിക്കുകയല്ല. ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ വേസ്റ്റ് ആവും. എനിക്കും വേസ്റ്റ് ആവും, നിങ്ങൾക്കും വേസ്റ്റ് ആവും. അതുകൊണ്ട് വെസ്റ്റ് ആയാൽ മതി, ഇങ്ങോട്ട് നോക്കിയല്ല. നോക്കണ്ട ചങ്ങന്മാരെ നിങ്ങള്. എന്നാ ചൊല്ലി سيدي خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله. നിക്കാഹിനോട്, വിവാഹത്തോട് അധികവും പെൺകുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ടെന്ന്. അതിന്റെ ഒരു കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയതാണ്. വിവാഹം എന്നത് അനിവാര്യതയാണ് ജീവിതത്തിന് എന്ന് മനസ്സിലാക്കിയതാണ് പ്രശ്നം. ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല. അങ്ങനെയാണ്, അതുകൊണ്ട് കല്യാണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല. തീരെ വിവാഹിതരായ ആളുകളും ജീവിച്ചിട്ടുണ്ട്. ഈസ നബി അലൈഹി സ്വലാം കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ലേ? മഹാനായ സയ്യിദുനാ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടില്ലേ? ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല. പിന്നെന്തിനാ വിവാഹം? ഇസ്ലാമിലെ വിവാഹത്തിന്റെ കാഴ്ചപ്പാട് ജീവിക്കാനല്ല. ശരിക്കും സ്വർഗത്തിൽ എല്ലാവരും ആണും പെണ്ണുമാണെന്ന് സൂറത്ത് യാസീൻ പറഞ്ഞിട്ടുണ്ട്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫിഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം.
അസ്വാജും അവരുടെ ഇണകളും ഫീ ദിലാലിൻ മരത്തിന്റെ ചോട്ടില് അലൽ അറായികി അരീക്കത്തി എന്ന കട്ടിലിന്മേൽ മുത്തഖിഊന ചാരിയിരിക്കുന്നതാണ്. ലഹും അവർക്കുണ്ട് ഫിയാദിൽ ഫാക്കിയത്തുൻ പഴങ്ങള് വലഹും മാ യദ്ദഊൻ അവർ ആവശ്യപ്പെടുന്നത് എന്തും. കല്യാണം ശരിക്കും സ്വർഗ്ഗത്തിലുള്ളതാണ്. ആദ്യത്തെ കല്യാണം നടത്തിയത് അബുൽ ബശറായ ആദം അലൈഹിസ്സലാമാണ്. ആദ്യത്തെ പുതിയാപ്ല സ്വർഗ്ഗത്തിൽ നിന്നാണ്. ആദ്യത്തെ പുതിയണ്ണ് ഉമ്മയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു, സ്വർഗ്ഗത്തിലാണ്. അവസാനത്തെ കല്യാണവും സ്വർഗ്ഗത്തിലാണ്. മുത്തുനബിയുടെ തൃക്കല്യാണം മറിയം ബീവിയെ കല്യാണം കഴിക്കും. അവസാനത്തെ കല്യാണം സ്വർഗ്ഗത്തിലാണ്. ത്വാഹ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നാം പാടി താളത്തിലാടും മേളത്തിൽ എങ്ങളെ ചേർക്കല്ല അമീൻ. അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നബിതങ്ങളുടെ കല്യാണമാണ്. കല്യാണം സ്വർഗത്തിലേക്കുള്ളതാണ്. ഇവിടത്തെ അതേ ഭാര്യ തന്നെയാണ് സ്വർഗത്തിലെ, ഇവിടത്തെ അതേ ഭർത്താവ് തന്നെയാണ് സ്വർഗത്തിലെ. സത്യത്തിൽ കല്യാണം, വിവാഹം എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ്. വൈവാഹിക ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങൾക്കും കൂലിയുണ്ട്, എല്ലാ പ്രയാസങ്ങൾക്കും കൂലിയുണ്ട്. എല്ലാം സ്വർഗത്തിലാണ്. മൻ തവ്വജ ലില്ലാഹി തവ്വജ മൻ തസവ്വജ ലില്ലാഹി തവ്വജ അല്ലാഹു ലഹു താജൽ മലികി ഹബീബുനാ റസൂലുള്ളാഹി. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി കല്യാണം കഴിച്ചാൽ നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് അവന് രാജാവിന് നൽകപ്പെടുന്നത് പോലെയുള്ള കിരീടം ധരിപ്പിക്കപ്പെടുന്നതാണെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം ഒരിക്കലും ദുനിയാവിലേക്കുള്ളതല്ല, വിവാഹം സ്വർഗത്തിലേക്കുള്ളതാണ്. ഈ കാഴ്ചപ്പാടാണ് പോയാല് കല്യാണം ഭാരമായിട്ട് മാറും. കാഴ്ചപ്പാട് മാറിയാൽ വിവാഹം ഭാരമാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം ദീൻ അവതരിപ്പിക്കുന്ന വിവാഹം എന്ന കാഴ്ചപ്പാട് ദുനിയാവിലേക്കുള്ളതല്ല, അത് ആഖിറത്തിലേക്കുള്ളതാണ്, സ്വർഗത്തിലേക്കുള്ളതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും കൂലി സ്വർഗത്തിലാ പറഞ്ഞിട്ടുള്ളത്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് 100 ഷഹീദിന്റെ കൂലി നൽകപ്പെടുമെന്നാണ്. ഒരു ഷഹീദ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയാണ് അറിയുന്നത്? സയ്യിദു ശുഹദാ എന്ന പേരിൽ അറിയപ്പെടുന്ന ആള് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഉഹുദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ശി കൊന്നിട്ട് നെഞ്ചത്ത് കാരിയിരുന്ന് നെഞ്ച് കുത്തിക്കീറിയിട്ട് അതിൽ നിന്ന് കരട് വലിച്ച് പുറത്തേക്കെടുത്ത് വായിലിട്ട് ചവച്ചു തുപ്പി. അതൊക്കെയാണ് ഷഹീദ് പറഞ്ഞാല്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുകുമരത്തിൽ കയറ്റിയിട്ട് 4 ഭാഗത്തു നിന്നും അമ്പെയ്തിട്ട് ശരീരം അരിപ്പ പോലെ തൂങ്ങിക്കിടന്നു. അതൊക്കെയാണ് ശ്രോതാക്കന്മാര്. അങ്ങനത്തെ 100 ഷഹീദിന്റെ കൂലി ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയാൽ താല്പര്യം കുറയും. കാഴ്ചപ്പാട് ശരിയാണോ, എന്നാ പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും കുഴപ്പമില്ല എന്ന് തോന്നും. ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക? ഗൾഫ് പോവാതെ പൈസ കിട്ടും. ഗൾഫിൽ നിന്ന് എല്ലാവർക്കും പൈസ ഇങ്ങനെ നൂലുമ്പോ വരുന്നുണ്ട്, നിങ്ങൾ കേട്ടുക്കണം. ഇല്ല, അത് പോയിട്ട് അധ്വാനിച്ചാൽ തന്നെ കിട്ടുള്ളൂ. ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക? 100 ഷഹീദിന്റെ കൂലിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഓർപ്പനല്ലേ? 100 ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാലുള്ളത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊന്നും തന്നെയാണ്. ഒരാൾ തന്റെ ഭാര്യയുമായി ഇണചേർന്നാൽ അവന്റെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. ഒക്കെ സ്വർഗത്തുകൾ ഒരുക്കാണ് ശരിക്കത്. സ്വർഗത്തുകൾ ഒരുക്കാം. പക്ഷെ നമ്മളതിനും നാനമാനം നടത്തിയതിനിപ്പോ അള്ളാഹുത്തല എന്ത് കാട്ടാനാണ്? സംഗതി സ്വർഗത്തുകൾ ഒരുക്കാണ്. അവിടെ ചെന്നിട്ട് ഗാനമേള. ഇവിടുന്ന് അത് നല്ല വട്ടത്തിന് വെള്ളിയാഴ്ച രാവിലെ പള്ളിക്ക് വെച്ചിട്ട് സയ്യിദന്മാര്, ഉസ്താദന്മാര്, സാദാത്യങ്ങള്, നേതാക്കന്മാര്, കാരണന്മാരൊക്കെ സാന്നിധ്യത്തിൽ ഭംഗിയാക്കി ഉഷാറാക്കി അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ അറിയിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തൊന്നും ബിസ്ക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പൈസ ഉള്ള ആളുകള് അവരുടെ വകയായുള്ള നല്ല ഭക്ഷണങ്ങള്
സാമ്പത്തികമായി പ്രയാസമുള്ള ആൾക്കാർ ആ പേരിൽ തിന്നോട്ടെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ബിസ്ക്കറ്റും ചായ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം പോലെ ചെയ്യട്ടോ. വേറെയുള്ളവർക്കൊക്കെ പൈസ ചെലവാക്കിയിട്ട് നിക്കാവിന്റെ അവിടെ ചെന്നുമ്പോ പൈസ ചുരുക്കാന്നും പറഞ്ഞാണ്ട് ബിസ്ക്കറ്റും ചായ, അത് നല്ല സാധനക്കൊരു മട്ടത്തില് ആർഭാടം വേണ്ട, ധൂർത്തും വേണ്ട. ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കലോ വിരുന്നുകാരെ ഇക്രാം ചെയ്യലോ ഒരിക്കലും ധൂർത്തൊന്നല്ല. അപ്പൊ അതൊരു മര്യാദക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൻ്റെ അടുത്ത് സാമ്പത്തികം ഉണ്ട്, ആൾക്കാർ നല്ലത് തിന്നോട്ടെ, എന്താ അതിന് കുഴപ്പം. കൊണ്ടുപോയി കൊട്ടാൻ പാടില്ല, അത് ധൂർത്താവും. കുറച്ച് റേഡ് ഉണ്ടാക്കിയാണ്ട് ആൾക്കാരെ കാണിച്ചിട്ട് ഒരു തലക്കൊന്നും എടുത്തു നോക്കിയാണ്ട് ബാക്കി കൊണ്ടുപോയി കൊട്ടി, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. നല്ല ഭക്ഷണം ഉണ്ടാക്കണതിനെ കൊടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അവൻ സ്വർഗത്തിലേക്കുള്ള ഒരുക്കൊരുങ്ങാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് നല്ല കൊടുത്തു, അതിനൊന്നും ഒരു വിരോധമില്ല. എന്തായാലും അത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ് വിവാഹം തന്നെ സംഗതി. ഈമാനിന്റെ സ്ഥാനത്താണ് നിക്കാഹ് വരിക. നിങ്ങളിത് നല്ലോണം മനസ്സിലായിക്കോളി. എന്താ ബാക്കിയില്ലാത്തത് എന്താ ഒക്കെ ശരിക്കും ഈ പറഞ്ഞേ. ഈ പറയാൻ പറഞ്ഞിട്ട് പറയണതും പറയാതെ പറയണതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഖത്തീബുമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയലുണ്ട്, വെള്ളിയാഴ്ച പറഞ്ഞ വിഷയം പറയരുത് എന്നാണ്. ചില വെള്ളിയാഴ്ച സുബഹിസ്കാരം കഴിഞ്ഞൊരു വിഷയം പറഞ്ഞു തരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും റൂമുക്ക് വരാന്. ഇന്ന് ഉസ്താദെ നമുക്ക് ഇന്ന വിഷയം പറയണം എന്ന് പറയാം, ആ വിഷയം പറയാൻ പാടില്ല. അതെന്താ വെച്ചാല് അത് അയാളുടെ മനസ്സിൽ ഒരാളെ കണ്ടിട്ടുണ്ടാവും. ഗീബത്താണ് പറഞ്ഞ പരിപാടി, ആ വിഷയം പറയാൻ പാടില്ല. അപ്പൊ ഞാൻ ഖത്തീബുമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയലുണ്ട്, കമ്മിറ്റിക്കാർക്ക് അറിയിപ്പ് നൽകാം, പക്ഷെ കടലാസിൽ എഴുതി തരണം. അതിങ്ങനെ ജുമ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ കടലാസ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വിഷയം പറഞ്ഞതിന് ശേഷം എന്ന് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു എന്ന് പറയണം. കടലാസ് ഇങ്ങനെ കാട്ടിയിട്ട് സെക്രട്ടറിക്ക് പറയാനുള്ളത് സെക്രട്ടറി തന്നെ പറയാം. ഖത്തീബിന് പറയാനുള്ളത് ഈമാൻ തഖ്വ വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ്. അത് മറ്റുള്ളവരുടെ ഗീബത്താവാൻ പാടില്ല. ഈ പറഞ്ഞു തരുന്ന വിഷയങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറയാറില്ല. ഞാൻ പറയുന്ന വിഷയം ഈമാനിന്റെ ശാഖകളെ നമ്മൾ സൂക്ഷിക്കണം. ഈമാനിന് ഒരുപാട് ശാഖകളുണ്ട്, 70-ൽ ചില്ലാനം. എല്ലാ മനുഷ്യന്റെ പെരുമാറ്റക്കാരം, എല്ലാ മനുഷ്യന്റെ പെരുമാറ്റങ്ങളിൽ പെട്ടതാണ്. അതൊക്കെ നല്ലോണം സൂക്ഷിക്കണം. ഈമാൻ കുറഞ്ഞു വരുന്നുണ്ട്. ഇന്നിപ്പോ കുട്ടികളാരും നേരങ്ങത്തിൽ പോണില്ല, ഒക്കെ ചാടിയിട്ടാണ് പോണത് എന്നാ കേട്ടത്. ഒന്നെങ്കിലും റബ്ബറും പാല് കുടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തവളയാകാൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോഴല്ലേ ചാടുക. തവളയാകാൻ പഠിച്ച ചാടും, റബ്ബർ പാല് കുടിച്ചാലും ചാടും. നടന്നു പോണില്ല, ഒക്കെ ചാടിയിട്ടാ പോണത്. എന്താ കാരണം? ഒരു കാര്യം ഞാൻ പറയാം. പ്രണയ വിവാഹങ്ങൾ എന്ന് പറയുന്നത് അവസാനം പരാജയപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് അത് അവസാനം പരാജയപ്പെടുമെന്ന് പറയാൻ കാരണം ഒരു ഹദീസ് കൊണ്ടാണ്. മാ നബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ എന്നതാണ് ഹദീസ്. മാ നബത ഫിൽ ഹറാമി, ഹറാമിൽ തുടങ്ങിയത്, ഫഹുവ ഔലാ ബിന്നാർ, അത് നരകത്തിലേ അവസാനിക്കുകയുള്ളൂ. ഹറാമിലാണ് തുടങ്ങുന്നത്. കാണൽ ഹറാമല്ല കേട്ടോ, നോക്കൽ ഹറാമാണ്. 9:25 ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു, ഒരു കുഴപ്പമില്ല. തിങ്കളാഴ്ച. ചൊവ്വാഴ്ചയും 9:25 ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു, ഒരു കുഴപ്പമില്ല. ബുധനാഴ്ചയും ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു, ഒരു കുഴപ്പമില്ല. വ്യാഴാഴ്ച കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നു, അന്ന് മുതൽ ഹറാമായി. പ്രണയം ഹറാമിൽ തന്നെയാണ് തുടങ്ങുന്നത്, അല്ലാന്ന് പറയരുത്. ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കും. എന്നാൽ അൽ ഐനാനി സിനാഹുമാ അന്നദറു ഹബീബുനാ റസൂലുള്ളാഹി, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. കണ്ണിന്റെ വ്യഭിചാരം നോട്ടാണ്. വൽ യദാനി സിനാഹുമാ അൽ ബത്ഷു, കൈയിന്റെ വ്യഭിചാരം തൊടലാകുന്നു. വൽ ഇജ്ലാനി സിനാഹുമാ അൽ മശിയു, കാലിന്റെ വ്യഭിചാരം നടത്തമാകുന്നു. വല്ലിസാനു സിനാഹുമാ അൽ കലാം, നാവിന്റെ വ്യഭിചാരം സംസാരമാകുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വിവാഹത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമിലല്ല തുടങ്ങണമെന്ന് പറയരുത്.
ഹറാമ് തന്നെയാണ് തുടങ്ങുന്നത്. മാ നബത ബിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ. ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുള്ളൂ എന്ന് മുത്തുനബി പറഞ്ഞതാണ്. വഹീന്റെ ഇൽമാണ്, തെറ്റൂല. മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ വഹീന്റെ ഇൽമാണ്, അത് തെറ്റൂല. അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞപ്പോൾ നാളെ ഒരാൾ വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചു, ഉസ്താദ് അങ്ങനെയൊക്കെയാണ് പറയാൻ പാടുണ്ടോ? ആരേലും ഒക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചവരുണ്ടാവില്ലേ? ഓല ആകെ അടങ്ങാറാവില്ല. എനിക്ക് ഞാൻ കേട്ടാണ് ഓരോട് ഇനി പറയാനുള്ളത് ആകെ ഒറ്റ വയ്യുള്ളൂ, നല്ലോണം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കാളി. എന്തൊരു വയ്യ പറയണ്ടപ്പോ ഓരോട് വേണമെങ്കിൽ വയ്യ പറയാം. ഓരോട് ആകെ ഒരു വയ്യ പറയാനുള്ളൂ, നല്ലോണം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കാളി. അപ്പൊ കിട്ടി ഉസ്താദെ ഐഡിയ, ഇസ്തിഗ്ഫാർ ചെല്ലാൻ വേണ്ടി കള്ളുടിച്ചാൻ പറ്റുമോന്ന്. അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. കുറച്ച് ഇസ്തിഗ്ഫാർ ചെല്ലാൻ മതിയല്ലോ എന്ന് എഴുതിക്കാണ്ട് കെട്ടാത്തവരൊന്നും കെട്ടാൻ പോണ്ട. കെട്ടിയവർക്ക് ഇനി അതേ വഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. പ്രണയവിവാഹം പരാജയപ്പെടും, അത് ഉറപ്പാ. അത് പരാജയപ്പെടും. 5 കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും. ഒരു കാരണം എന്നല്ല, ഒന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രം. 5 കാര്യങ്ങളെ കൊണ്ട് അത് പരാജയപ്പെടും. അതുകൊണ്ട് ഹറാമിൽ തുടങ്ങിയത് ഒരിക്കലും സ്വർഗത്തിൽ അവസാനിക്കൂല എന്ന് പറഞ്ഞതിന് കുറെ അർത്ഥമുണ്ട്. മക്കള് നേരാവില്ല എന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. മനുഷ്യനെ നരകത്തിലേക്കും കൊണ്ടുപോകുന്നത് മക്കളാണ്, മനുഷ്യന്റെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതും മക്കളാണ്. നരകാവകാശിയാകുന്നതിന്റെ കാരണം മക്കളാണ്. അപ്പം സ്വർഗാവകാശി ആവൂല എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ അർത്ഥം അതിന്റെ മക്കൾ നേരാവില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം. അങ്ങനെ ആയി എല്ലാം വ്യാപകമായതുകൊണ്ട് ആരാധന കാര്യമൊന്നുമില്ല. എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ ആയില്ല, അതുകൊണ്ട് പോന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വ്യാപകമായതിനാൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ കണ്ടൊന്നും ശരീഅത്തിൽ ഇസ്ലാമിലൊന്നുമില്ല. അതുകൊണ്ട് സംഗതി അത് മോശം തന്നെയാണ്. ഒറിജിനൽ നിക്കാഹ്, വാപ്പി ഇമ്മിയും തെരഞ്ഞു പോയി കണ്ടിട്ടുള്ള നിക്കാഹ് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ്. അതുകൊണ്ട് ഈമാന്റെ കാര്യത്തിൽ നല്ലോണം സൂക്ഷിക്കണം. ഈമാൻ എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനമുണ്ട്. അതാണ് ഈമാന്റെ അടിസ്ഥാനം. സയ്യിദുന അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹുവിന് കിഫായത്തുൽ ഈമാൻ, കിഫായത്തുൽ അവാം എന്നീ പേരുകളുള്ള ഒരു കിതാബുണ്ട്. ഈമാനിനെ വളരെ ചുരുക്കി പറഞ്ഞ കിതാബ്. അതിലൊരു വരിയാണ് ഞാൻ ചൊല്ലിയത്. ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടാവില്ല. മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നാൽ അള്ളാഹുവിൽ വിശ്വാസം വരികയും ചെയ്യുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. അള്ളാഹുവിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസം വന്നതിനാൽ അള്ളാഹുവിൽ വിശ്വസിച്ചതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. എന്താ കാരണം? മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നു, അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു, അലി റളിയല്ലാഹു അൻഹു വന്നു. എല്ലാവർക്കും മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വന്നതാണ്. അള്ളാഹുവിൽ വിശ്വാസം വന്നിട്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം വരൂല. ഖളാ ഖദർ മനസ്സിലായിട്ട് വിശ്വസിക്കൂലാന്ന്. വിശ്വസിച്ചിട്ട് ഖളാ ഖദർ മനസ്സിലാവേ ചെയ്യുള്ളൂ. ഖളാ ഖദർ മനസ്സിലാവണില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണില്ല പറഞ്ഞാല് ഖളാ ഖദർ മനസ്സിലായിട്ട് വിശ്വസിക്കൂല. വിശ്വസിക്കൽ എപ്പോഴാണ്? ഖളാ ഖദർ എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എന്റെ നബിക്ക് മനസ്സിലായിട്ടുണ്ട്. മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നാൽ മാത്രമേ ഖളാ ഖദർ മനസ്സിലാവുള്ളൂ. അതിന് ഖളാ ഖദറിന്റെ മാത്രം പ്രശ്നമല്ല, മീസാൻ എന്ന തുലാസും അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടെങ്കിലേ മീസാൻ മനസ്സിലാവുള്ളൂ. സിറാത്ത് പാലം മനസ്സിലാവണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. സിറാത്ത് പാലം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? മുടിയേക്കാൾ നേർമയായതും വാളിനേക്കാൾ മൂർച്ചയുള്ളതും നരകത്തിന്റെ മേലിട്ടതും കോടിക്കണക്കിന് മനുഷ്യന്മാർ നടക്കുന്നതും അല്ല മനുഷ്യന്മാരെ സിറാത്ത് പാലം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇല്ല. ഉണ്ട്. എന്നാലും പിന്നെ വേറെ പ്രശ്നമല്ല. എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ കാര്യം വെച്ചാൽ ഈ മുടിയേക്കാൾ നേർമയായതിന് എങ്ങനെ വാടിനേക്കാൾ മൂർച്ച ഉണ്ടാവുക? മുടിക്കന്നെ ഉണ്ടാവില്ലല്ലോ. പിന്നെ അതിനേക്കാൾ അതിന് 7 പൊളിയൊക്കെ ഏതായാലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ. വെറുതെ അല്ല നിങ്ങള് വേസ്റ്റ് വില്ലൂരിലായത്.
അത് മനസ്സിലാവൂല. എന്തേ മനസ്സിലാവുള്ളൂ എന്ന് നിങ്ങൾക്ക്? മുഹമ്മദ് നബി അള്ളാഹു റസൂലാന്നേ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായതിനാൽ സിറാത്ത് പാലം മനസ്സിലായതാണ്. അത് മനസ്സിലായതിനാൽ നരകം മനസ്സിലായതാണ്. അത് മനസ്സിലായതിനാൽ